ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ച് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് വിളിച്ച് ഈ ലോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങളത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻദാസ് ഒറ്റപ്പാലത്തുള്ള ശ്രീ മോഹൻദാസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള പ്രമോദിനോട് അദ്ദേഹത്തെ വിളിക്കാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിഷമം അതെന്താണെന്ന് ഗുരുവായൂർ ദേവസ്വത്തെ അറിയിക്കാനും നേരിട്ട് വന്ന് അറിയിക്കാനും അതിന് എന്ത് പരിഹാരമാണ് നമുക്ക് തേടാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. 16-ാം തീയതി ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ തന്നെ അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വരികയുണ്ടായി. 2024 മെയ് മാസം 13-ാം തീയതിയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ വഴിപാട് കൗണ്ടറിൽ നിന്ന് 14,200 രൂപ അടച്ച് 2 ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ ലോക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം എന്തോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നേരിട്ടപ്പോൾ ഇത് പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം അമ്പലപ്പാറ അർബൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇത് ശരിയായ സ്വർണ്ണമല്ല, അതുകൊണ്ട് ഇത് പണയം വെച്ചിട്ട് കാശ് തരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയിട്ടൊരു സാഹചര്യം. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ ഇത് ആൾക്കാരെ അറിയിക്കുകയും ഉണ്ടായി. അപ്പോഴും ചില പത്രക്കാരിവിടെ നമ്മളെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെയൊരു പത്രവാർത്ത കേൾക്കുന്നുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തു നിന്ന് വാങ്ങിച്ച സ്വർണ്ണ നാണയം അത് സ്വർണ്ണമല്ല, അതിന് മൂല്യമില്ലാത്തതാണ് എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബോംബെയിലുള്ള മിൻറ്റിൽ നിന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ലോക്കറ്റുകളൊക്കെ അടിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും കൊട്ടേഷനിലൂടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയൊന്നും ഏൽപ്പിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസ്യത ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുവാനും ഈ ഒറിജിനൽ റെസീറ്റും അതുപോലെ ഈ ഉരുപ്പടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ ഇന്ന് വന്നപ്പോഴാണ് ശ്രീ മോഹൻദാസ് പറയുന്നത്, ആദ്യത്തെ ദിവസം കാണിച്ച ആ ബാങ്കിൻ്റെ ഇതല്ല, വേറെ ചില ജ്വല്ലറികളിലും ഒക്കെ കൊണ്ടുപോയപ്പോൾ ഇത് സ്വർണ്ണമല്ല തങ്കമാണ് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മോഹൻദാസ് ഞങ്ങളോട് പറഞ്ഞത്. ശരിയാണ്. ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സ്വർണ്ണ ഉരുപ്പടികളിൽ ചിലത് 91.6 പ്യൂരിറ്റി ഉള്ളതും ചിലത് 99.6 പ്യൂരിറ്റി ഉള്ളതും ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലെ ലോക്കറ്റുകളൊക്കെ 99.6 പ്യൂരിറ്റിയുള്ള ഗോൾഡാണ് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള സ്വർണത്തോളം അതിന് തിളക്കം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അതിനകത്ത് ആഡ് ചെയ്യുന്ന ചിലപ്പോൾ ചെമ്പിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ ഒക്കെ ഇതിനനുസരിച്ച് മാറ്റം വരും. തീർച്ചയായിട്ടും ചിലപ്പം നമ്മുടെ അപ്രൈസർമാരിലും അവർ സ്ഥിരം കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഉരുപ്പടിയാണ് ഈ കൊണ്ടുവന്നത്. അത് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള സ്വർണ്ണമാണോ എന്നുള്ള ആശങ്ക ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മതിയത്. അതുകൊണ്ടാണ് പിന്നീട് ഇത് ചില അപ്രൈസർമാർ അല്ല ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള സ്വർണ്ണമാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഉണ്ടായത്. എന്തായാലും ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലെ അപ്രൈസർ തിരിച്ചു നോക്കിയപ്പോഴും അത് സ്വർണ്ണം തന്നെയാണെന്നുള്ളത് ഇതായി. പക്ഷേ എങ്കിലും ശ്രീ മോഹൻദാസിനെ ഒന്നുകൂടി അത് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഗുരുവായൂരിലെ തന്നെ ഒരു ജ്വല്ലറിയിൽ അനിൽ ജ്വല്ലറിയിൽ അവിടെ അപ്രൈസറെ കൊണ്ടുപോയി കാണിക്കുകയും അദ്ദേഹവും അത് ഞങ്ങളിത് സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സ്ചേഞ്ച് പോലും കൊടുക്കാറുണ്ട് എന്നൊക്കെ അവരവിടുന്ന് പറയുകയുണ്ടായി. എങ്കിലും മോഹൻദാസിന് ഒന്നുകൂടി അത് ബോധ്യപ്പെടേണ്ടതെന്നുള്ളതുകൊണ്ട് കുന്നംകുളത്ത് പോയിട്ട് അത് ഒന്നുകൂടി ഇത് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അടക്കം നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട്
എത്ര ഫോൺ കോളുകളും എത്ര മെസ്സേജുകളുമാണ് ഞങ്ങളുടെയൊക്കെ ഫോണുകളിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് എന്ന് പറയാൻ പറ്റില്ല. അത്രയും അധികം ഫോൺ കോളുകൾ ഇതിൻ്റെ നിജസ്ഥിതി ആരാഞ്ഞുകൊണ്ട് വരികയുണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം ഇവിടെ ആ സെറ്റിൽ ബാക്കിയുള്ള ഇപ്പോഴും വിൽക്കപ്പെടാതെയുള്ള ആ ലോക്കറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ അതെല്ലാം എന്ത് തന്നെയാണ്, നല്ല ശുദ്ധ സ്വർണം തന്നെയാണ് എന്നുള്ളത്. ഇതുവരെ ആരും അങ്ങനെ ഒരു പരാതി ഗുരുവായൂർ ദിവസത്തെ കുറിച്ച് ഉണ്ടാക്കുകയും ചെയ്തില്ല. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അപൂർവം ചില മാധ്യമ കാര്യങ്ങളും, സോഷ്യൽ മീഡിയക്കാരായിരിക്കാം അല്ലെങ്കിൽ ചില മാധ്യമക്കാരെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതിയൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഒരേ കത്തുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കഴുക്കോല് വലിക്കാനും വാഴ വെട്ടാനും ഒക്കെ പുറപ്പെടുന്നത് പോലെ അത് ഗുരുവായൂർ ദിവസത്തെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളത് ഗുരുവായൂർ ദിവസത്തിന് അത്യന്തം വേദനാജനകം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം, സത്യം എന്താണെന്ന് എല്ലാവരും, വിശേഷിച്ചും ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ അറിയണമെന്നുള്ള ആ ഒരു നിർബന്ധം ഗുരുവായൂർ ദേവസ്വത്തിന് ഉണ്ടായിരുന്നു. ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം, അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇന്നലെ ഞങ്ങൾ പോലീസിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു. ഈ വാർത്തകൾ പ്രചരിച്ചപ്പോഴും ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ട ഉചിതമായ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞ് പോലീസിൽ ഗുരുവായൂർ ദേവസ്വം തന്നെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും കാര്യങ്ങളൊക്കെ വളരെ ശുഭമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഹിതമെന്താണെന്നും ഗുരുവായൂരപ്പൻ്റെ പേരിൽ അങ്ങനെ ഒരു തരത്തിലും ഒരു കളവും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നും തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴിവിടെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് ശുദ്ധ സ്വർണം തന്നെയാണ് ശ്രീ മോഹൻദാസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ലോക്കറ്റ് എന്നിപ്പോഴിവിടെ അസന്ദിഗ്ധമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കതിലാണ്. സത്യം എന്തായാലും പുറത്തു വന്നിരിക്കുന്നു. സത്യം എല്ലാവരെയും അറിയിക്കാൻ. അപ്പോൾ ഒരു ദിവസം സാധാരണ പറയും എന്ന് കഴിഞ്ഞാൽ 1-2 ദിവസം നമുക്ക് ചിലരെ എന്ത് ചെയ്യാം, നുണ പറഞ്ഞിട്ടൊക്കെ പറ്റിക്കാനൊക്കെ പറ്റും. പക്ഷേ എല്ലാ കാലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവരെയും അങ്ങനെ നുണ പറഞ്ഞിട്ട് പറ്റിക്കാൻ പറ്റില്ല. സത്യം എന്നായാലും പുറത്തു വരും. ആ സത്യം പുറത്തു വന്നതിലുള്ള സന്തോഷമുണ്ട്. അതിന് ഞങ്ങളോട് സഹകരിച്ച ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഭരണസമിതിയെയും ഭരണസമിതിയിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ ചില നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് പലവട്ട ഇതിനെക്കുറിച്ച് ആരാഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വളരെ സംയമനത്തോടുകൂടി ഇത് സത്യസ്ഥിതി അറിഞ്ഞതിന് ശേഷം വാർത്ത കൊടുക്കാം എന്നുള്ള രീതിയിൽ ഉള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രീ മോഹൻദാസിൽ നിന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട്, കാരണം അദ്ദേഹം മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമസ്ഥിതിയിലാണെന്ന് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പൈസയുടെ അത്യാവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇത് പണയം വെക്കാമെന്നൊക്കെ ആലോചിച്ചത്. അപ്പോഴുണ്ടായ അദ്ദേഹം അനുഭവിക്കേണ്ടതായ ഒരു ദുരനുഭവമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കും. തൃശ്ശൂർക്കാരനും അംഗീകരിക്കണം, തിരുവനന്തപുരക്കാരനും അംഗീകരിക്കണം. ആ രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷനുള്ള ഒരു സ്ഥാപനത്തിലാണ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവിടെ അദ്ദേഹത്തിൻ്റെയും കൂടി അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ കുന്നംകുളത്ത് പോയിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതിന് പാലക്കാട് ഇതിനകത്ത് ഭക്തന്മാരാണെങ്കിലും ആരാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ വിശ്വാസ്യതയെ, സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഭക്തജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്ക പടർത്തുന്ന രീതിയിലുള്ള പ്രചരണവും ഇതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുവാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ വേണ്ടതിലധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തെയും ഗുരുവായൂരപ്പനെയും ഭക്തജനങ്ങളുടെ ഇടയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അയാളിപ്പോൾ ഇവിടുന്ന് സംബന്ധിച്ചാലും ഇയാളിനി എവിടെ, പാലക്കാട് കൊണ്ടുപോയിട്ടല്ല എവിടെ കൊണ്ടുപോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. സാധാരണ രീതിയിൽ ഒരു 2 പേര് തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സന്നദ്ധതയും അത് വേണ്ട നടപടികളുമൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു ആശങ്കയും വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഉരുപ്പടി കൊണ്ടുപോയിട്ട് അദ്ദേഹം വേറെ പരിശോധിച്ചിട്ട് എന്നാലേ അവർക്ക് ബോധ്യാവൂ എന്ന് പറയുമ്പോൾ അത് പോലീസിൻ്റെയോ അല്ലെ നിയമപാലകന്മാരുടെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തണം. അവരുടെയും കൂടി അനുമതിയിൽ, അവരുടെയും കൂടി സാന്നിധ്യത്തിലായിരിക്കണം അത് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടും. ഇനിയിപ്പോ ഇത് പറഞ്ഞ ഇദ്ദേഹം പറയണ ബാങ്ക് പറഞ്ഞല്ലോ, ആ ബാങ്കിനോട് വിളിച്ചു നോക്കി എന്തെങ്കിലും കാര്യം ഞങ്ങളുടെ അത് അദ്ദേഹമാണ് നടപടി എടുക്കേണ്ടത്. ദേവസ്വത്തിന് അതിൻ്റെ അകത്ത് ബാങ്കുമായിട്ട് യാതൊരു അല്ല, ബാങ്കും കൂടെ ഇതിൽ ഇൻവോൾവ് അല്ലേ? ഇപ്പോൾ അവര് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇല്ല പറഞ്ഞു അനിയന്റെ ഭാര്യയൊക്കെ ഇവിടുന്ന് സ്വർണം പണിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റല്ലേ? അല്ലേ? ആ നല്ല മഴ മക്കളൊക്കെ കലത്തിലൊക്കെ ഉണ്ട്. സ്വർണ്ണാണ്. ഗുരുവായൂരപ്പനോടും ഭക്തജനങ്ങളോടാണ് നിങ്ങൾ പറയേണ്ടത്. അവരെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോഹൻദാസ്. ഞാൻ അമ്പലപ്പാറയിൽ നിന്ന് വന്ന ആളാണ്. 13/5/2024 ഞാൻ ഇവിടുന്ന് 2 ഗ്രാമിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ലോക്കേറ്റ് വാങ്ങുണ്ടായി. അത് 28/6 ഞാൻ അർബൻ ബാങ്കിൽ പണം വയ്ക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാഡം ഇത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടുത്തുള്ള അനങ്കാട്ട് തൊഴിലും കൊണ്ടുപോയി, അവിടുന്ന് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു. പിന്നെ പിന്നാലെ പറഞ്ഞത് ഒരു കടയിൻ്റെ ആ കടയിൽ കൊണ്ടുപോയപ്പോഴും ഇത് സ്വർണ്ണമല്ല പറഞ്ഞു. ഞാനത് കൺഫ്യൂഷനായി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയാണ്ടായി. അപ്പോൾ ഞാനൊരാളെ വെച്ചു. അത് അതിനെ പറ്റിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായി, ഡിഷ് ഉണ്ടായി. മാത്രമല്ല ഗുരുവായൂർ ദേവസ്വത്തിനും ഭഗവാനും അപമാനിച്ചെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് സ്വർണ്ണമാണെന്ന് ഇവിടെ വെച്ച് തെളിഞ്ഞു. അത് കാരണം ഭഗവാനും നമ്മുടെ ദേവസ്വം ബോർഡ് എനിക്ക് മാപ്പ് തരണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മോഹൻദാസ് സ്വർണ്ണമാണെന്ന് തെളിഞ്ഞു. സ്വർണ്ണമാണെന്ന് വിശ്വസിക്കില്ല. അതെ, വിശ്വാസമുള്ള എല്ലാം. സ്വർണ്ണാണെന്ന് തെളിഞ്ഞു. എങ്ങനെ തെളിഞ്ഞു വെച്ചപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുന്നംകുളത്തെ അധികാരപ്പെട്ട സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തല്ലോ, അവിടെ തെളിഞ്ഞു. അതല്ലാണ്ട് പല സ്ഥലത്തും പോയി. 3 സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തല്ലോ. അത് 3ലും സ്വർണ്ണമാണെന്ന് തെളിഞ്ഞു. അത് നിങ്ങൾക്ക് ബോധ്യമായി. 3 സ്ഥലത്ത് ടെസ്റ്റ് ചെയ്ത് സ്വർണ്ണമാണെന്ന് തെളിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അവിടെ 2-3 സ്ഥലത്ത് ഇത് സ്വർണ്ണമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ദേവസ്വം ബോർഡിന് ഗുരുവായൂരപ്പനും വിശ്വസിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ മാപ്പ് പറയുന്നു. അവരെ അപമാനിച്ചതിൽ വളരെയധികം ദുഃഖിതനാണ് ഞാൻ. മനഃപൂർവ്വം അല്ല ഒന്നും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും സഹായിക്കാനായിരുന്നു? ഒരാൾക്കാരെ ഇല്ലില്ല. അയ്യോ, ആരും ഇല്ലേ, എന്നോട് ആരും പ്രേരിപ്പിച്ചില്ല. ഈ ഭക്ഷണം രാവിലെ വന്ന ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല എത്ര നേരമായിട്ട്. രാവിലെ വന്ന് തുടങ്ങിയപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാൻ വരില്ല. എല്ലാവരും കള്ളനാവും പുസ്തകാഴ്ച എല്ലാവരും ഭൂഷാസിയിട്ട് ഞങ്ങൾ വരില്ല. അതിൻ്റെ കൂടെ ഒരു പോവുള്ളൂ. അതല്ലല്ലോ. അദ്ദേഹം ഇവിടുന്ന് ദേവസ്ഥയിൽ നിന്ന് വിളിച്ചു, ഞാൻ വന്നു. ഏതെങ്കിലും ദേവസ്ഥക്കാർ വിളിച്ചാൽ ഞാൻ വരും. കാരണം എനിക്ക് അത്രയ്ക്ക് 10-60 വയസ്സായി. എനിക്കിപ്പോൾ ഈ സമയത്ത് പാലക്കാട്ടിൽ പറയായിരിക്കും. ഞാൻ പറയില്ല, അവർ പറയായിരിക്കും. എന്നിട്ട് 14,200 രൂപ കൊടുത്തിട്ട് പിന്നെ തല്ലോളം അകത്തേക്ക് എത്തിച്ചു. അപ്പം എൻ്റെ അവിടുത്തെ ഉള്ള ആൾക്കാർ ചുറ്റുപാട് മനസ്സിലായി ഞങ്ങൾക്ക്.